നമസ്കാരം. ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ. 17/8/2026 തിങ്കളാഴ്ച മുതൽ പുതുവത്സരം തുടങ്ങുകയാണ്. അതായത് കൊല്ലവർഷം 1202 ആണ്ട് തുടങ്ങുകയാണ്. എന്നാൽ ഇതേ ദിവസം മുതൽ, അതായത് 17/8/2026 തിങ്കളാഴ്ച മുതൽ ഗ്രഹണയോഗവും തുടങ്ങുകയാണ്. ഇത് ഗ്രഹണയോഗമാണ്, സൂര്യഗ്രഹണമല്ല. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. രാഹുവുമായോ കേതുവുമായോ സൂര്യനോ അഥവാ ചന്ദ്രനോ യോഗം ചെയ്യുന്നതിനെയാണ് ഗ്രഹണയോഗം എന്ന് പറയുന്നത്. രാഹുകേതുക്കൾ നിഴൽ ഗ്രഹങ്ങളായ പാപഗ്രഹങ്ങളാണ്. ഏറ്റവും കൂടുതൽ ആകർഷണ ശക്തിയുള്ള ഗ്രഹങ്ങളുമാണ്. രാഹുകേതുക്കൾ സൂര്യനോടോ അഥവാ ചന്ദ്രനോടോ യോഗം ചെയ്യുമ്പോൾ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും കാരകഫലങ്ങളെ ആകർഷിച്ചു പിടിക്കുന്നു. അതിനാൽ സൂര്യനും ചന്ദ്രനും അവരുടെ തനതായ കാരകഫലങ്ങളെ നൽകുവാൻ സാധിക്കുന്നില്ല. ചന്ദ്രൻ പ്രധാനമായും മനകാരകനായ ഗ്രഹമാണ്. മനകാരകത്വം കൂടാതെ ചന്ദ്രനെ മാതൃകാരകനെന്നും ദേഹകാരകനെന്നും വിളിക്കുന്നു. ചന്ദ്രൻ രാഹുവുമായോ കേതുവുമായോ യോഗം ചെയ്യുമ്പോൾ മാനസികമായ വിഷമതകളും ദേഹസംബന്ധമായ ദുരിതങ്ങളും മാതാവുമായി സ്വരച്ചേർച്ചയില്ലായ്മയും മാതാവിനെ കൊണ്ടുള്ള ദുരിതങ്ങളും അപകീർത്തിയും എടുത്തുചാട്ട സ്വഭാവവും മാനസിക ശാന്തതക്കുറവും സുഖനിദ്രയിൽ തടസ്സങ്ങളും ജലദോഷം മുതലായ രോഗങ്ങളും അനുഭവത്തിൽ വരാം. സൂര്യൻ രാഹുവുമായോ കേതുവുമായോ യോഗം ചെയ്യുമ്പോൾ സൂര്യൻ്റെ കാരകഫലങ്ങളെയും ഇവർ സ്വാധീനിക്കുന്നു. സൂര്യൻ പ്രധാനമായും ആത്മകാരകനായ ഗ്രഹമാണ്. ഇതുകൂടാതെ പിതൃകാരകനും പ്രാണകാരകനും ഉദ്യോഗകാരകനും ഭരണകാരകനും വൈദ്യകാരകനും സൂര്യനാണ്. സൂര്യചന്ദ്രന്മാർക്ക് മറ്റ് അനേക കാരകത്വങ്ങളുമുണ്ട്. അവയിൽ പ്രധാനമായത് മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സൂര്യൻ രാഹുവുമായോ കേതുവുമായോ യോഗം ചെയ്യുമ്പോൾ ജനങ്ങളുടെ ആത്മപ്രഭാവത്തിൽ തകർച്ചയും പിതാവുമായി സ്വരച്ചേർച്ചയില്ലായ്മയും പിതൃസംബന്ധമായ ദുരിതങ്ങളും ഉദ്യോഗസംബന്ധമായ ദുരിതങ്ങളും ഭരണ പരാജയങ്ങളും ഉദരസംബന്ധമായ രോഗങ്ങളും അനുഭവത്തിൽ വരാം. ചന്ദ്രൻ്റെ ഗ്രഹണയോഗം മാസത്തിൽ 2 തവണയെങ്കിലും വരാറുണ്ടെങ്കിലും അത് വളരെ ചുരുങ്ങിയ കാലയളവായ 2.25 ദിവസമേ നീണ്ടു നിൽക്കുകയുള്ളൂ. കാരണം 2.25 ദിവസം കഴിയുമ്പോൾ ചന്ദ്രൻ രാശി മാറുന്നത് കാരണം രാഹുവുമായോ കേതുവുമായോ ഉള്ള യോഗം ഇല്ലാതാകുന്നു. എന്നാൽ സൂര്യൻ ഒരു രാശിയിൽ 1 മാസക്കാലം നിൽക്കുന്നതിനാൽ സൂര്യനെ കൊണ്ടുള്ള ഗ്രഹണയോഗം കൂടുതൽ പ്രസക്തമാണ്. സൂര്യനുമായുള്ള ഗ്രഹണയോഗം 6 മാസം കൂടുമ്പോഴേ ഉണ്ടാകുന്നുള്ളൂ. ഗ്രഹണയോഗത്തിൻ്റെ ദുഷ്ഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരുന്നത് നമ്മുടെ ജാതകങ്ങളിൽ രാഹുകേതുക്കൾ സൂര്യനുമായോ ചന്ദ്രനുമായോ യോഗം ചെയ്യുമ്പോഴാണ്. അതുകൂടാതെ ചാരവശാൽ സൂര്യനും ചന്ദ്രനും രാഹുകേതുക്കളുമായി യോഗം ചെയ്യുമ്പോഴും ഈ ഫലങ്ങൾ ഭാഗികമായി അനുഭവത്തിൽ വരാം. ഇപ്രാവശ്യത്തെ ഗ്രഹണയോഗത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ സൂര്യൻ്റെ സ്വക്ഷേത്രമായ ചിങ്ങൻ രാശിയിൽ ഈ ഗ്രഹണയോഗം സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ചിങ്ങൻ രാശിയിൽ ഗ്രഹണയോഗം ഉണ്ടായത്
17/8/2025 16/9/2025 മധ്യേയാണ്. അന്നും കേതുവുമായുള്ള യോഗം മൂലമുള്ള ഗ്രഹണയോഗമായിരുന്നു ചിങ്ങൻ രാശിയിൽ ഉണ്ടായത്. ഇപ്രാവശ്യത്തെ ഗ്രഹണയോഗം കൂടി കഴിഞ്ഞാൽ ചിങ്ങൻ രാശിയിൽ ഗ്രഹണയോഗം ഏകദേശം 7.5 വർഷം കഴിഞ്ഞേ ഉണ്ടാവുകയുള്ളൂ. ചിങ്ങൻ രാശിയിലുണ്ടാകുന്ന ഗ്രഹണയോഗത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ചിങ്ങൻ രാശി സൂര്യൻ്റെ സ്വക്ഷേത്രമാണല്ലോ. അതായത് പൊന്നിൻ ചിങ്ങമാസം. കൊല്ലവർഷത്തിൻ്റെ ആണ്ടുപിറപ്പും 1-ാം തീയതിയും ചിങ്ങമാസം 1-നാണല്ലോ. മാത്രവുമല്ല, നമ്മൾ മലയാളികളുടെ പൊന്നോണം വരുന്നതും ഈ ചിങ്ങമാസത്തിലാണല്ലോ. മറ്റ് 11 രാശികളും അഥവാ മാസങ്ങളും ചുറ്റിത്തിരിഞ്ഞ് ഒന്ന് സ്വസ്ഥനാകാൻ വേണ്ടി സൂര്യൻ സ്വന്തം രാശിയിൽ പ്രവേശിക്കുമ്പോൾ അവിടെ കേതു കാത്തു നിൽക്കുന്നു, ഗ്രഹണയോഗത്തിന് തയ്യാറായി. സൂര്യനെ സ്വസ്ഥനാകാൻ സമ്മതിക്കുകയില്ല. ഈ ഗ്രഹണയോഗം കൊണ്ട് ഭരണതലത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടായേക്കാം. സൂര്യൻ സൗരയൂഥത്തിൻ്റെ രാജാവാണല്ലോ. ഭരണകർത്താക്കളുടെ മുകളിൽ സമ്മർദ്ദങ്ങൾ ഏറി വരാം. ചില അപ്രിയ തീരുമാനങ്ങൾ എടുക്കുവാൻ അവർ സന്നദ്ധരായേക്കാം. രാജ്യങ്ങൾ തമ്മിലും പരസ്പരം ഭിന്നിപ്പുകൾ ഉണ്ടാകാം. ജനങ്ങളുടെ ആത്മവിശ്വാസത്തിൽ കുറവ് ഉണ്ടായേക്കാം. കേതു മോക്ഷകാരകനും സൂര്യൻ ആത്മകാരകനുമാകയാൽ ഭൗതിക സുഖങ്ങളിൽ താൽപ്പര്യക്കുറവുണ്ടായേക്കാം. കൂടുതൽ ആത്മീയതയിലേക്കും നിഗൂഢ ശാസ്ത്രങ്ങളിലേക്കും താൽപ്പര്യം വർദ്ധിക്കാം. ജനങ്ങളുടെ ഇച്ഛാശക്തിയിൽ കുറവ് വരാം. പിതാവുമായോ പിതൃതുല്യരുമായോ ഉള്ള ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകാം. അവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ദഹന സംബന്ധമായതോ മറ്റ് ഉദരസംബന്ധമായതോ ആയ രോഗങ്ങളും നേത്രരോഗങ്ങളോ അലട്ടിയേക്കാം. വൈറൽ പനി പോലുള്ള വൈറസ് സംബന്ധമായ രോഗങ്ങളും ഈ സമയം അലട്ടിയെന്ന് വരാം. മാനസികമായ ഉത്കണ്ഠയും ജനങ്ങളുമായി ഇടപഴകാനുള്ള താൽപ്പര്യക്കുറവും ഉണ്ടായേക്കാം. ജോലിയിൽ, പ്രത്യേകിച്ച് സർക്കാർ ജോലി ചെയ്യുന്നവരിൽ ജോലിഭാരക്കൂടുതൽ മൂലമോ മേലധികാരികളുടെ സമ്മർദ്ദം മൂലമോ മാനസിക ക്ലേശങ്ങൾ അനുഭവപ്പെടാം. മനസ്സിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെടാം. കഠിനാധ്വാനം ചെയ്താലും തക്കതായ പ്രതിഫലമോ അംഗീകാരമോ കിട്ടിയെന്ന് വരില്ല. അതിനാൽ ഈ ഒരു മാസക്കാലം പിതാവുമായും പിതൃതുല്യരായവരുമായും ഭിന്നിപ്പുണ്ടാകാതെ സൂക്ഷിക്കുക. ജോലിയിൽ മേലധികാരികളുമായി കൊമ്പ് കോർക്കാതെ ഇരിക്കുക. ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മേൽപ്പറഞ്ഞ രീതിയിലുള്ള രോഗദുരിതങ്ങളുണ്ടാകാതെ സൂക്ഷിക്കുക. മാനസിക സംഘർഷമുണ്ടാകാതെ സൂക്ഷിക്കുക. ധ്യാനവും യോഗയും മറ്റും ചെയ്ത് മനസ്സിനെ ശാന്തമാക്കുക. മേൽപ്പറഞ്ഞ ദോഷഫലങ്ങൾ കൂടുതലായി ബാധിക്കുന്നത് സൂര്യൻ്റെ നക്ഷത്രങ്ങളായ കാർത്തിക, ഉത്രം, ഉത്രാടം എന്നിവരെയും കേതുവിൻ്റെ നക്ഷത്രങ്ങളായ അശ്വതി, മകം, മൂലം എന്നിവരെയും ഗ്രഹണയോഗം സംഭവിക്കുന്ന ചിങ്ങൻ രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ 1-ാം പാദം എന്നിവരെയുമാണ്. ഇവരാണ് മറ്റുള്ളവരെക്കാൾ കൂടുതലായി ജാഗ്രത പുലർത്തേണ്ടത്. പേടിപ്പിക്കുന്ന വീഡിയോകൾ മാത്രമാണ് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതെന്ന് ചിലർക്ക് തോന്നിയേക്കാം. നല്ല യോഗങ്ങളെപ്പോലെ ദുര്യോഗങ്ങളും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. നല്ല യോഗങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് ആരും പറഞ്ഞില്ലെങ്കിലും അറിഞ്ഞില്ലെങ്കിലും ആ യോഗത്തിൻ്റെ നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരിക തന്നെ ചെയ്യും. ദോഷഫലങ്ങൾ ഉണ്ടാവുകയുമില്ല. അതിന് പ്രത്യേക ജാഗ്രതയൊന്നും ആവശ്യവുമില്ല. എന്നാൽ ദുര്യോഗങ്ങൾ വരുന്നത് മുൻകൂട്ടി അറിഞ്ഞ് ആ സമയം ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അനാവശ്യ വിപത്തുകളിൽ ചെന്നു ചാടാം.
അതുകൊണ്ടാണ് ഈ ദുര്യോഗങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത്. ആരും ദുര്യോഗങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരല്ലെന്ന് ശരിയായി അറിയാം. എന്നാൽ ദുര്യോഗങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് ജാഗ്രത പാലിച്ചാൽ കണ്ണിൽ കൊള്ളാനുള്ളത് പുരികത്ത് കൊണ്ട് ഒഴിഞ്ഞു പോകും. കൊള്ളുമെന്നുള്ളത് തീർച്ചയാണ്, അതിന് മാറ്റമില്ല. പൂജാതി പ്രതിവിധികളും വ്രതാനുഷ്ഠാനങ്ങളും മറ്റും നടത്തിയാലും വരാനുള്ളത് വഴിയിൽ തങ്ങുകയില്ല. അല്പമെങ്കിലും വന്നേ തീരുകയുള്ളൂ. ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനാണ് പ്രതിവിധികൾ ചെയ്യുന്നത്, അല്ലാതെ പൂർണ്ണമായി ഒഴിഞ്ഞു പോകില്ല. ഇക്കാര്യം മനസ്സിലാക്കുക. ഇക്കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധയാണ് കൂടുതലായി വേണ്ടത്. ഇനി മേൽപ്പറഞ്ഞ ഗ്രഹണയോഗ സമയം സൂര്യനും കേതുവും ഇഷ്ടഭാവങ്ങളിലായി സഞ്ചരിക്കുന്ന കൂറുകാർക്ക് ഇവരുടെ ഇഷ്ടഭാവത്തിൻ്റെ ഫലം പൂർണ്ണമായി കിട്ടിയില്ലെങ്കിലും കുറേയൊക്കെ നല്ല ഫലങ്ങൾ കിട്ടുക തന്നെ ചെയ്യും. ഈ കൂറുകാർ ആരൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഒന്നാമതായി വരുന്നത് മിഥുനക്കൂറിൽ ജനിച്ച മകയിരം നക്ഷത്രത്തിൻ്റെ 3-4 പാദങ്ങൾ, തിരുവാതിര, പുണർവം നക്ഷത്രത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ എന്നിവരാണ്. ഇവർക്ക് സൂര്യനും കേതുവും അവരുടെ ഇഷ്ടഭാവങ്ങളായ 3-ാം ഭാവത്തിലായാണ് സഞ്ചരിക്കുന്നത്. അതിനാൽ ഇവർക്ക് ഈ സമയം ജനങ്ങളിൽ നിന്നുള്ള ബഹുമാനാദരങ്ങളും ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും ഇടയ്ക്കിടയ്ക്ക് അല്പം ധനലാഭവും ഫലത്തിൽ വരും. സ്വർണം മുതലായ ദ്രവ്യങ്ങൾ ലഭിക്കുകയും സ്വന്തം പ്രവൃത്തിയാൽ അഭിമാനകരമായ എന്തെങ്കിലും കാര്യം നടക്കുകയും ചെയ്യും. ഈ സമയം ഇവർക്ക് ജോലിയിൽ പുരോഗതിയും വസ്തുലാഭവും ഉണ്ടാകും. രണ്ടാമതായി ഗുണഫലങ്ങൾ കിട്ടുവാൻ പോകുന്നത് തുലാക്കൂറിൽ ജനിച്ച ചിത്തിര നക്ഷത്രം 3-4 പാദങ്ങൾ, ചോതി, വിശാഖം നക്ഷത്രത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ എന്നിവർക്കാണ്. ഇവർക്ക് സൂര്യനും കേതുവും അവരുടെ ഇഷ്ടഭാവമായ 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കാരണം എന്തെങ്കിലും പദവികളോ സ്ഥാനമോ കിട്ടുന്നതിനും ഒട്ടുമിക്ക കാര്യങ്ങളിലും വിജയസാധ്യതയും ധനധാന്യ ലാഭവും സർക്കാരിൽ നിന്നുമുള്ള സഹായധനങ്ങളോ പ്രോത്സാഹനങ്ങളോ ലഭിക്കുകയും ചെയ്യാം. മൂന്നാമതായി ഗുണഫലങ്ങൾ ലഭിക്കുവാൻ പോകുന്നത് മീനക്കൂറിൽ ജനിച്ച പൂരുരുട്ടാതി നക്ഷത്രം 4-ാം പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർക്കാണ്. ഇവർക്ക് ഈ ഗ്രഹങ്ങൾ ഇഷ്ടഭാവമായ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ശത്രുദോഷ ശമനവും തൊഴിലിൽ അഭിവൃദ്ധിയും പുതിയ എന്തെങ്കിലും തൊഴിൽ തുടങ്ങുവാനുള്ള സാധ്യതയും മത്സര പരീക്ഷകളിൽ വിജയസാധ്യതയുമുണ്ട്. എന്തെങ്കിലും കേസുകൾ കോടതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ അനുകൂലമായ വിധിയുണ്ടാകാം. മത്സരങ്ങളിൽ നിന്നും ലോട്ടറിയിൽ നിന്നും പന്തയങ്ങളിൽ നിന്നും മറ്റും ധനലാഭം ഉണ്ടായേക്കാം. ചെമ്പുകൊണ്ടുള്ള പാത്രങ്ങളും മറ്റും ലഭിക്കുവാനും ധൈര്യവർദ്ധനവിനും സാധ്യതയുണ്ട്. നാലാമതായി വൃശ്ചികക്കൂറിൽ ജനിച്ച വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് കേതു അനിഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും സൂര്യൻ അടുത്ത 1 മാസക്കാലം ഇഷ്ടഭാവമായ 10-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുവാൻ പോകുന്നത്. അതിനാൽ ഇവർക്ക് പുതിയ നല്ല ജോലി കിട്ടുകയോ അഥവാ ജോലി ചെയ്യുന്നവർക്ക് അതിൽ സ്ഥാനക്കയറ്റമോ ലഭിക്കാം. കൂടുതൽ ധനവരവിനും മുടങ്ങിക്കിടന്നിരുന്ന ചില കാര്യങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുവാനും സാധിക്കും. ഇവയൊക്കെയാണ് ഈ 4 കൂറുകളിലും ജനിച്ചവർക്ക് കിട്ടാവുന്ന ഗുണഫലങ്ങൾ. ഇവരും ജാഗ്രത പാലിക്കേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ഈ സമയം ഗണപതി ഹോമം ചെയ്യുന്നതും ശിവപ്രീതികരങ്ങളായ പൂജകൾ ചെയ്യുന്നതും ഗണപതി, ശിവൻ, സൂര്യൻ, കേതു എന്നിവരുടെ കീർത്തനങ്ങളോ ശ്ലോകങ്ങളോ ഭക്തിപൂർവ്വം ജപിക്കുന്നതും നല്ലതാണ്. ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും ഷെയർ ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ശുഭാശംസകൾ.